ഗുരുവായൂർ അമ്പലനടയിൽ വളരെ നല്ലൊരു മികച്ചൊരു കോമഡി സിനിമയാണ്. പഴയ 90s കോമഡി സിനിമകളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ സിനിമ. ഈ സിനിമയുടെ പ്ലോട്ട് വളരെ ചെറുതാണെങ്കിലും അതിനെ വളരെ നല്ല രസകരമായി തന്നെ സിനിമയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞേ പറ്റുള്ളൂ. സിനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സൊക്കെ കുറച്ച് ഓവറല്ലേ നമുക്ക് തോന്നും. പക്ഷേ കുറച്ച് കഴിഞ്ഞ് നമുക്ക് മനസ്സിലാവും അത് മനഃപൂർവ്വം അങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണെന്നുള്ളത്. പിന്നെ എടുത്തു പറയേണ്ടതാണ് ഈ സിനിമയിൽ റീയൂസ് ചെയ്തിരിക്കുന്ന പാട്ടുകൾ. അതിപ്പോൾ അഴകിയ ലൈലയായാലും ബാക്കി എല്ലാ പാട്ടുകളായാലും അടിപൊളിയായിരുന്നു. കറക്റ്റ് സിറ്റുവേഷന് ആപ്റ്റായ രീതിയിൽ തന്നെ ആ പാട്ടുകൾ വന്നിട്ടുണ്ട്. പഴയ സിനിമയിലൊക്കെ കാണുന്നത് പോലെ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള വെല്ലുവിളി, അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതുണ്ടാക്കുന്ന രസകരമായ കാര്യങ്ങൾ, അതൊക്കെയാണ് ഈ സിനിമയിൽ കൂടുതലായിട്ടുള്ളത്. പിന്നെ ഈ സിനിമയുടെ ക്ലൈമാക്സ് ഏറെക്കുറെ ഗോഡ് ഫാദർ സിനിമയെ പോലെയാണ്. ഒരു കല്യാണം, ഒരു വലിയ കല്യാണം, ആ കല്യാണം നടത്താൻ വേണ്ടി താലി കാണുന്നില്ല, അങ്ങനെ താലി കൈമാറി പോകുന്നു. ആ ഒരു സംഭവമാണ് ഈ സിനിമയിൽ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അത് നല്ലൊരു രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സിനിമയ്ക്ക് ഒരു നല്ലൊരു ട്രിബ്യൂട്ട് കൂടിയാണത് എന്നാണ് എനിക്ക് തോന്നിയത്. കൃത്യമായി പറഞ്ഞാൽ പഴയ 90s സിനിമകളിൽ ഉണ്ടാകുന്ന കോമഡിയെ പുതിയ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ ശ്രമിച്ചത്. അത് ഏറെക്കുറെ വിജയകരമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമൻറ്റ് ചെയ്യുക. സിനിമയിൽ ഒരുപാട് സിനിമകളുടെ റെഫറൻസ് വരുന്നുണ്ട്. ദൃശ്യം, ലൂസിഫർ, അങ്ങനെ ഒരുപാട് സിനിമകൾ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നന്ദനം റെഫറൻസ് ആണ്. സ്പെഷ്യലി അതിൻ്റെ ഫേവറേറ്റ് സിനിമയാണ് നന്ദനം. ഒട്ടുമിക്ക മലയാളികൾക്കും ആ സിനിമ തന്നെയായിരിക്കും ഫേവറേറ്റ് എന്ന് ഞാൻ കരുതുന്നു. നന്ദനം സിനിമയിൽ ശ്രീകൃഷ്ണനായി അഭിനയിച്ച അരവിന്ദ് ആകാശ് അതേ ക്യാരക്ടറായി ഈ സിനിമയുടെ എൻഡിങ്ങിൽ വരുന്നുണ്ട് വിത്ത് നന്ദനം BGM. ഈ സിനിമയ്ക്ക് വേണ്ടി ഗുരുവായൂരമ്പലം നല്ല രീതിയിൽ തന്നെ സെറ്റ് ഇട്ടതിന് ശേഷമാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഈ സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു സെറ്റ് വളരെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നാണ് എൻ്റെ ഉത്തരം. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പല കഥാപാത്രങ്ങളും കുറച്ച് ഓവറല്ലേന്ന് തോന്നും. ആ ഒരു ഓവർ സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ സിനിമ നല്ല രീതിയിൽ തന്നെ കണ്ടിരിക്കാവുന്നതാണ്. ഈ സിനിമയ്ക്ക് നല്ല രീതിയിൽ തന്നെ തിയേറ്റർ സക്സസ് കിട്ടിയത് കൊണ്ട് തന്നെ ഇനിയും ഒരുപാട് ഇതുപോലുള്ള കോമഡി സിനിമകൾ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റൊരു രസകരമായ വീഡിയോയുമായി ഞാൻ വേഗം വരാം.